السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين، أما بعد. اللهم سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാൻ ഏറെ സ്നേഹിക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഖബർസ്ഥാൻ നമ്മുടെ ചിന്തകളെ ഉണർത്തേണ്ട ഇടമാണ്. മറമാടൽ ചടങ്ങുകൾക്ക് നല്ല മൂർച്ചയുള്ള ഓർമ്മകളുണ്ട്. മയ്യിത്ത് ഖബറിലേക്ക് ഇറക്കി വെക്കുന്ന ആ രംഗം അത് ഏത് മനസ്സിനെയും പിടിച്ചു കുലുക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനയിൽ ഒരു അൻസാരിയായ സഹാബി മരണപ്പെട്ടിരിക്കുന്നു. ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു പറയാണ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഞങ്ങളും ഞങ്ങളുടെ കൂട്ടുകാരനെ മറവ് ചെയ്യാൻ വേണ്ടി പുറപ്പെട്ടു. അവിടെ ഖബറിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഖബർ പൂർത്തിയായിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഖബറിന്റെ അരികിലിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചുറ്റും സഹാബിമാർ ഇരുന്നു. കഅന്ന അലാ റൂസിന തയ്ർ, ഞങ്ങളുടെ തലയിൽ ഒരു പക്ഷി വന്നിരുന്നാൽ എങ്ങനെയാണോ ഞങ്ങൾ അടങ്ങിയിരിക്കുക, ഒതുങ്ങിയിരിക്കുക, ആ പക്ഷി പാറിപ്പോകാതിരിക്കാൻ എത്ര ഞങ്ങൾ ശ്രദ്ധിക്കുമോ അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ഞങ്ങൾ ഇരുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്തഈദു ബില്ലാഹി മിൻ അദാബിൽ ഖബർ, ഖബറിലെ ശിക്ഷയിൽ നിന്ന് നിങ്ങൾ അല്ലാഹുവിനോട് അഭയം ചോദിക്കുക. രണ്ടോ മൂന്നോ തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ആവർത്തിച്ചു. പിന്നെ നബി മരണത്തെ പറ്റിയിട്ട് സംസാരിക്കുകയാണ്. നല്ല മനുഷ്യന്റെ അരികിലേക്കും ചീത്ത മനുഷ്യന്റെ അടുക്കലേക്കും മലക്കുകൾ വരുന്നതിനെ പറ്റിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയപ്പെട്ട അനുയായികൾക്ക് വിവരിച്ചു കൊടുത്തു. ഇന്നൽ അബ്ദൽ മുഅ്മിൻ, ഈമാനുള്ള ഒരു മനുഷ്യൻ, അയാളുടെ മരണത്തിന്റെ സമയമായാൽ നസല ഇലൈഹി മിനസ് സമാഇ മലായികത്തുൻ ബീദുൽ വുജൂഹ്, പ്രകാശിക്കുന്ന മുഖങ്ങളുമായി കൊണ്ട് ആകാശത്ത് നിന്ന് മലക്കുകൾ ഇറങ്ങി വരും. കഅന്ന വുജൂഹകും അശ്ശംസ്, അവരുടെ മുഖങ്ങൾ സൂര്യനെ പോലെ പ്രകാശിക്കുന്നതാണ് പറഞ്ഞത്. മഅഹും കഫനും മിൻ അക്ഫാനിൽ ജന്ന, അവരുടെ കൂടെ സ്വർഗത്തിൽ നിന്നുള്ള കഫൻ പുടവയുണ്ടാകും. അവര് ആ മനുഷ്യന്റെ മുമ്പിൽ വന്നിരിക്കും. വഹനൂതും മിൻ ഹനൂതിൽ ജന്ന, സ്വർഗത്തിൽ നിന്നുള്ള സുഗന്ധവും അവരുടെ കൂടെ ഉണ്ടാകും. എന്നിട്ട് മലക്കുൽ മൗത്ത് ആ മനുഷ്യന്റെ തലയുടെ അരികിൽ വന്നിട്ട് പറയാണ്, അയ്യതുഹൻ നഫ്സു തയ്യിബ, അല്ലയോ നല്ല ആത്മാവേ, ഉഖ്റുജി ഇലാ മഗ്ഫിറതി മിനല്ലാഹി വറിദ്വാൻ, അല്ലാഹുവിന്റെ തൃപ്തിയിലേക്കും അല്ലാഹുവിന്റെ പാപമോചനത്തിലേക്കും നീ ഇറങ്ങി വരിക. ഒരു കൂജയിൽ നിന്ന് വെള്ളം ഒഴുകുന്നത് പോലെ ആ ഈമാനുള്ള മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് റൂഹ് പുറത്തേക്ക് വരുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. കണ്ണിമ വെട്ടുന്ന നേരം കൊണ്ട് അവർ ആ റൂഹിനെ സ്വർഗത്തിൽ നിന്നുള്ള കഫൻ പുടയിൽ പൊതിയുന്നു. ആ കഫൻ പുടവയുമായിട്ട് മലക്കുകൾ ആകാശത്തേക്ക് ഉയരുന്നു. ആ സമയത്ത് നമ്മുടെ കണ്ണുകൾ ആ റൂഹിനെ പിന്തുടരുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ടാണ് മരിച്ചു കിടക്കുന്ന ഒരാളുടെ കണ്ണ് ഓപ്പൺ ആയിട്ട് കിടക്കുന്നത്, അത് തുറന്നു കിടക്കുന്നത്. അത് ആ റൂഹിനെ പിന്തുടരുകയാണ്. ആ റൂഹിൽ നിന്ന് സുഗന്ധം പുറത്തേക്ക് വരും. ആ സുഗന്ധം അനുഭവിച്ചിട്ട് മലക്കുകൾ ചോദിക്കുന്നുണ്ട്, ഇത് ഏതാണ് ഈ നല്ല ആത്മാവ്, ആരുടെ സുഗന്ധമാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്? അപ്പൊ ഈ റൂഹിനെയും കൊണ്ടുപോകുന്ന മലക്കുകൾ ആ മനുഷ്യനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നതാണ്, ഫുലാൻ ഇബ്നു ഫുലാൻ, ഇത് ഇന്ന ആളുടെ മകനാണ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പേര് പറഞ്ഞു കൊടുക്കുന്നതാണ്. 7 ആകാശങ്ങൾ വരെ ആ റൂഹ് യാത്ര ചെയ്യും. അവിടെ നിന്ന് ആ റൂഹിന്റെ പേര് ഇല്ലിയീൻ എന്ന രേഖയിൽ രേഖപ്പെടുത്താൻ അല്ലാഹു മലക്കുകളോട് ആവശ്യപ്പെടും. ആ റൂഹിനെ ഭൂമിയിലേക്ക് തന്നെ തിരിച്ചയക്കും. കാഫിറായ ഒരു മനുഷ്യന്റെ അവസ്ഥ നേരെ വിപരീതമാണ്. ഓന്റെ അടുക്കലേക്ക് മലക്കുകൾ വരുന്നത് സൂദുൽ വുജൂഹ്, കറുത്ത മുഖങ്ങളുമായിട്ടാണ്.
അവരുടെ കയ്യിലുള്ളത് നരകത്തിൽ നിന്നുള്ള പരുപരുക്കൻ തുണിയാണ്. മലക്കുൽ മൗത്ത് ആ മനുഷ്യന്റെ തലയുടെ അരികിൽ വന്നിരുന്നിട്ട് പറയുന്നതാണ്, യാ അയ്യതുഹൻ നഫ്സുൽ ഖബീസ, അല്ലയോ ചീത്ത ആത്മാവേ, ഉഖ്റുജി ഇലാ സഖ്തിൻ മിനല്ലാഹി വഗളബ്. മലക്കുൽ മൗത്ത് ആ മനുഷ്യനെ പുറത്തേക്ക് വിളിക്കുന്ന ആലോചിക്കുക. അള്ളാഹുവിന്റെ കോപത്തിലേക്ക്, നിന്റെ റബ്ബിന്റെ വെറുപ്പിലേക്ക് നീ ഇറങ്ങി വാ. എത്ര പരുഷമായ വിളിയാണത്. ആ റൂഹ് പുറത്തേക്ക് വരാൻ കൂട്ടാക്കൂല. മലക്കുകൾ ആ റൂഹിനെ പിടിച്ചു വലിക്കും. നനഞ്ഞ പഞ്ഞിക്കെട്ടിൽ നിന്ന് കൊളുത്തുള്ള കമ്പികൾ വലിച്ചെടുക്കുന്നത് പോലെയാണ് ആ മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് മലക്കുകൾ റൂഹിനെ വലിച്ചെടുക്കുക. സുബ്ഹാനല്ലാഹ്. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ആ റൂഹ് ചീഞ്ഞു നാറുന്നുണ്ടാകും. അതിന്റെ ദുർഗന്ധം കേട്ടിട്ട് ബാക്കിയുള്ള മലക്കുകൾ ചോദിക്കുന്നതാണ്, ഏതാണ് ഈ വൃത്തികെട്ട മോശമായ ആത്മാവ്? അപ്പോഴും അവർ പരിചയപ്പെടുത്തി കൊടുക്കും, ഫുലാൻ ഇബ്നു ഫുലാൻ. ഒന്നാം ആകാശത്ത് വരെ അത് എത്തുള്ളൂ. ഒന്നാമത്തെ ആകാശത്തിന്റെ വാതിൽ തന്നെ ആ റൂഹിന് വേണ്ടിയിട്ട് തുറന്നു കൊടുക്കൂല എന്നാണ്. ലാ തുഫത്തഹു ലഹും അബ്വാബുസ് സമാ. മുഅ്മിനായ മനുഷ്യന്റെ റൂഹ് 7 ആകാശം വരെ എത്തും. കാഫിറായ മനുഷ്യന്റെ റൂഹ് 1-ാം ആകാശത്തെ എത്തുള്ളൂ. അവിടുന്ന് തന്നെ ആ റൂഹിനെ മലക്കുകൾ താഴേക്ക് ഇടുന്ന പറഞ്ഞത്. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത്, ഇതിലേതെങ്കിലും ഒന്നായിരിക്കും നമ്മുടെ മടക്കം. ഇതിലേതായിരിക്കും നമ്മുടെ മടക്കം എന്നത് വളരെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കുക. നല്ല മടക്കമായിരിക്കുമോ നമ്മുടെ റൂഹിന് ഉണ്ടാവുക, അതല്ല ചീത്ത മടക്കമായിരിക്കുമോ? മലക്കുൽ മൗത്ത് സന്തോഷ വാർത്ത അറിയിച്ചുകൊണ്ട് ഈ ദുനിയാവിൽ നിന്ന് പിരിഞ്ഞു പോകാൻ നമുക്ക് പറ്റുമോ, അതല്ല ഭീഷണിയും താക്കീതുമായിരിക്കുമോ മരണത്തിന്റെ നേരത്ത് നമുക്ക് കേൾക്കേണ്ടി വരിക? നമ്മളുടെ റൂഹിനെ സ്വീകരിക്കാൻ വരുന്ന മലക്കുകളുടെ കൂടെ സ്വർഗത്തിൽ നിന്നുള്ള കഫൻ പുടവയാണോ ഉണ്ടാകുക, അതല്ല നരകത്തിൽ നിന്നുള്ള പരുപരുക്കൻ തുണിയാകുമോ? അവരുടെ മുഖം സൂര്യനെ പോലെ പ്രകാശിക്കുമോ, അതല്ല അവരുടെ മുഖം ഇരുട്ടുമൂടിയതായിരിക്കുമോ? നമ്മള് നല്ലോണം ആലോചിക്കുക. അതിന് നല്ല മടക്കം വേണമെങ്കിൽ, നല്ല നിലക്ക് അള്ളാഹുലേക്ക് തിരിച്ചു പോകണമെങ്കിൽ ഇവിടെ വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് പണിയെടുക്കണം, നന്നായിട്ട് പരിശ്രമിക്കണം. ഇമാം ഷാഫിഈ റഹിമഹുള്ള പാടുന്ന വളരെ ചിന്തനീയമായ 2 വരികൾ, തസവ്വദ് മിനദ് ദുനിയ ഫഇന്നക ലാ തദ്രി ഇദാ ജന്ന ലൈലുൻ ഹൽ തഈശു ഇലൽ ഫജ്രി. ഈ ദുനിയാവിൽ വെച്ചിട്ട് നീ വിഭവങ്ങൾ ഒരുക്കുക. രാവ് മറന്നു കഴിഞ്ഞാൽ നാളെ ഫജ്റിന് നീ എഴുന്നേൽക്കുമോ എന്ന് നിനക്കറിയില്ല. ഫകം മിൻ ഫതാ അദ്ഹാ വഅംസാ ളാഹിക. എത്ര ചെറുപ്പക്കാരാണ് പ്രഭാതത്തിലും പ്രദോഷത്തിലും ഒക്കെ കളിച്ച് നടക്കുന്നത്. അവരുടെ കഫൻ പുടവകളൊക്കെ ഒരുക്കപ്പെട്ടിട്ടുണ്ട്, തയ്യാറാക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അവരതൊന്നും അറിയുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഇന്നലെ ചൊല്ലിയതിനേക്കാളും ഒരു 10 തസ്ബീഹ് ഇന്ന് നമുക്ക് അധികം ചൊല്ലാൻ പറ്റുമെങ്കിൽ അത് ഖൈറാൻ. ഇന്നലെ ഓതിയതിനേക്കാളും ഒരു ജുസ് ഇന്ന് അധികം ഓതാൻ കഴിയുമെങ്കിൽ അത് ഖൈറാൻ. ഇന്നലെ നിർവഹിച്ച 2 റക്അത്തിനേക്കാളും 2 റക്അത്ത് അധികം നിസ്കരിക്കാൻ കഴിയുമെങ്കിൽ അത് നമുക്ക് നാളേക്കുള്ള മുതൽ കൂട്ടാൻ, ഇന്നലെ കൊടുത്തതിനേക്കാളും ഒരു 100 രൂപ അധികം കൊടുക്കാൻ കഴിയുമെങ്കിൽ അതിന്റെ റിസൾട്ട്, അതിന്റെ അനന്തര ഫലം നമുക്ക് അനുഭവിക്കാൻ പറ്റും. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ. ഈ ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയിലാണ് ഖുർആനിനെ അല്ലാഹു അവതരിപ്പിച്ചിട്ടുള്ളത്. വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ. ആ ലൈലത്തുൽ ഖദ്റിനെ പറ്റിയിട്ട് മനുഷ്യ നിനക്ക് എന്താ അറിയാം? ലൈലത്തുൽ ഖദ്രി ഖൈറുൻ മിൻ അൽഫി ഷഹർ. അത് 1000 മാസത്തെക്കാളും ശ്രേഷ്ഠമാണ്. തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ. ജിബ്രീലും മലക്കുകളും ഇറങ്ങി വരുന്ന രാത്രിയാണ് ലൈലത്തുൽ ഖദ്ർ. സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. പ്രഭാതം വരെ സലാം, സമാധാനം. ഒറ്റയിട്ട രാവിലാണ് നമ്മൾ ഉള്ളത്. 27ാം രാവിലാണ് നമ്മൾ ഉള്ളത്. ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കാവുന്ന, ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കാവുന്ന ഒരു രാത്രിയിലാണ് നമ്മൾ ഉള്ളത്. ഈ അവസരം നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത്. ഇനിയൊരു ലൈലത്തുൽ ഖദ്റും ഒരു അവസാനത്തെ 10ഉം ഒറ്റയിട്ട രാവുകളും നമ്മളെ തേടി വരണമെന്നില്ല. ഇവിടെ പല പ്രായത്തിലിരിക്കുന്ന ആൾക്കാരുണ്ട്. 60ഉം 70ഉം കഴിഞ്ഞവരുണ്ട്. നാളെ പരീക്ഷയുള്ള വിദ്യാർത്ഥികളുണ്ട്. വീട്ടിൽ ചെറിയ മക്കളുള്ള ഉമ്മമാരുണ്ട്. ഊരവേദനയുള്ള, നടുവേദനയുള്ള ആളുകൾ ഇവിടെ വന്ന് ഇബാദത്തുകൾ ചെയ്യുന്നുണ്ട്. ഓരോരുത്തരുടെയും പരിശ്രമങ്ങൾ അറിയുന്നവനാണ് നമ്മുടെ റബ്ബ്. ഓരോരുത്തരും എടുക്കുന്ന പണിക്കുള്ള റിസൾട്ട് ആ റബ്ബിന്റെ അടുക്കൽ നമുക്ക് കിട്ടും. ബനൂ സലിമക്കാര് മദീന പള്ളിയിൽ നിന്ന് കുറച്ച് ദൂരെയാണ് താമസിച്ചിരുന്നത്.
ഇപ്പൊ മദീന പള്ളിക്കരികിൽ കുറച്ച് സ്ഥലം താമസിക്കാൻ പറ്റിയതുണ്ട് എന്ന് അറിഞ്ഞപ്പോ അവര് പള്ളിക്കരികിലേക്ക് താമസം മാറാൻ തീരുമാനിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിവരം അറിഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബനൂ സലീമക്കാരെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് മദീന പള്ളിക്കരികിലേക്ക് താമസം മാറാൻ പ്ലാൻ ഉണ്ടോ? അതെ, ഞങ്ങൾ അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ട്, പള്ളിക്കടുത്ത് താമസിക്കുന്നതല്ലേ ഏറ്റവും നല്ലത്. അപ്പൊ നബി അവരെ നിരുത്സാഹപ്പെടുത്താൻ, നിങ്ങൾ പള്ളിക്കടുത്തേക്ക് താമസം മാറണ്ട, ഇപ്പൊ നിങ്ങൾ കുറച്ച് ദൂരം നിന്നാണല്ലോ പള്ളിയിലേക്ക് വരുന്നത്. ദിയാറക്കും തുക്തബ് ആസാറുക്കും, ദിയാറക്കും തുക്തബ് ആസാറുക്കും. നിങ്ങൾ അത്ര ദൂരം നടന്ന ആ പള്ളിയിലേക്ക് വരുമ്പോ ആ നടത്തത്തിന് നിങ്ങൾക്ക് കൂലിയുണ്ട്, അതിനൊക്കെ നിങ്ങൾക്ക് പ്രതിഫലമുണ്ട്. ഇപ്പൊ കുറച്ച് കഷ്ടപ്പെട്ടാലും നിങ്ങൾ താമസം ഇങ്ങോട്ട് മാറണ്ട, നിങ്ങൾ എടുക്കുന്ന പരിശ്രമങ്ങൾക്ക് അള്ളാഹുവിന്റെ അടുക്കൽ വലിയ പുണ്യമുണ്ട് എന്ന് പ്രിയപ്പെട്ട അനുചരന്മാരെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പൊ നമ്മൾ എടുക്കുന്ന ഒരു പണിയും വെറുതെ ആവുകയില്ല. ഇന്നല്ലാഹ ലാ യുദീഉ അജ്റൽ മുഹ്സിനീൻ. സുഹൃതം ചെയ്യുന്ന ഒരാളുടെ സുഹൃതവും അള്ളാഹു പാഴാക്കി കളയുകയില്ല. അപ്പൊ നന്നായിട്ട് ചെയ്യാൻ കഴിയുന്നതിന് മാക്സിമം ഈ രാത്രിയും ഇനിയുള്ള രാവുകളിലും പകലുകളിലുമായിട്ട് ചെയ്യുക. അള്ളാഹു നന്മകളിൽ മുന്നേറുവാൻ നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. നമ്മുടെ വീഴ്ചകൾ അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ. നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. ഈ റമദാനോട് കൂടി നമ്മുടെ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു തരണം. നരകത്തിൽ നിന്ന് നമുക്ക് മോചനം ലഭിക്കണം. ആ ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കുമുല്ലാഹു ഖൈറാ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.